അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സ്വഭാവം എങ്ങനെയാണ്, വിശ്വാസിയുടെ സ്വഭാവമാണോ പ്രകടിപ്പിക്കുന്നത്, അത് നമ്മൾ മുനാഫിക്കിൻ്റെ സ്വഭാവമാണോ പ്രകടിപ്പിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ട്രിക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ചെറിയ ട്രിക്ക് എന്നല്ല, നിങ്ങൾക്ക് എന്താണോ എന്ന് ചിന്തിച്ചിട്ട് തോന്നുന്നത് അതായിരിക്കും നിങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത്. എൻ്റെ സ്വഭാവം നല്ലതാണോ, എൻ്റെ സ്വഭാവം ചീത്തതാണോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ട്രിക്കാണ്. പ്രവാചക വചനത്തിൽ കാണാം, ഒരു വിശ്വാസിയുടെ നാവ് എപ്പോഴും അവൻ്റെ ഹൃദയത്തിന് പിറകിലായിരിക്കും. എന്ത് കാര്യം സംസ്കരിക്കണമെന്ന് തീരുമാനിച്ചാലും ഒരുപാട് ചിന്തിച്ചതിന് ശേഷമേ അവൻ സംസാരിക്കൂ. എന്നാൽ ഒരു കപട വിശ്വാസിയുടെ നാവ് എപ്പോഴും അവൻ്റെ ഹൃദയത്തിൻ്റെ മുമ്പിലായിരിക്കും. എന്ത് കാര്യം സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷമേ അവൻ ചിന്തിക്കൂ. ഇനി ചിന്തിക്കൂ, നമ്മുടെ നാവ് വിശ്വാസിയുടെ സ്വഭാവമാണോ പ്രകടിപ്പിക്കാറുള്ളത്, അതോ മുനാഫിക്കിൻ്റെ സ്വഭാവമാണോ പ്രകടിപ്പിക്കാറുള്ളത്? വിശ്വാസം നഷ്ടപ്പെടാനുള്ള നിമിത്തമായി നാവ് മാറുന്നത് ചിന്തിക്കാതെ അതിനെ ഉപയോഗിക്കുമ്പോഴാണ്. മുകളിലെ ഹദീസിൽ നിന്ന് വ്യക്തമാണ്, ആരെങ്കിലും അമിതമായി സംസാരിക്കുന്നുവെങ്കിൽ അവൻ്റെ സംസാരത്തിലെ അപാകതകൾ വർദ്ധിക്കും. അപാകതകളുടെ ആധിക്യം അവനെ തിന്മകളിലേക്ക് എത്തിക്കും. തിന്മകൾ വർദ്ധിച്ചാൽ നരകത്തിൽ വീണു പോവുകയും ചെയ്യും. പ്രഥമ ഖലീഫ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ വായിൽ കല്ല് വെച്ച് കിട്ടുകൊണ്ടേയിരുന്നു പുറത്തിറങ്ങിയിരുന്നത്. സകല വിപത്തുകളുടെയും കാരണം നാവാണെന്ന് മറ്റുള്ളവരെ ഉദ്ബോധിക്കാനായിരുന്നു ഇതിലൂടെ ചെയ്തിരുന്നത്. 40 വർഷം ഇശാ നിസ്കാരത്തിന് ശേഷം ഒരു വാക്ക് പോലും പറയാതെയായിരുന്നു മൻസൂർ എന്ന സൂഫിവാർ നാവിനെ നേരിട്ടത്. കാര്യം മനസ്സിലാക്കണം, നമ്മൾ പറയുന്ന ഏതൊരു വാക്കും റഖീബും അതീദ് എന്നീ മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. സ്വർണം, വെള്ളി, വജ്രം തുടങ്ങിയ അമൂല്യ വസ്തുക്കൾ സൂക്ഷിക്കുന്നതിലേറെ പ്രയാസകരമാണ് നാവിനെ സംരക്ഷിക്കലെന്ന് വേദനിപ്പിക്കാതെ എല്ലുകളില്ലാത്ത ഈ അവയവത്തെ ഉപയോഗിക്കണമെന്നർത്ഥം. അനാവശ്യ സംസാരങ്ങളിലൂടെ നമ്മുടെ ആയുസ്സും വിലപിടിച്ച സമയവുമാണ് നഷ്ടപ്പെടുത്തുന്നതെന്ന് ഓർക്കണം. ആ സമയം കൂടി അള്ളാഹു ഇഷ്ടപ്പെടുന്ന ദിക്റുകളും ദുആകളും കേൾക്കുകയാണ് ചെയ്യേണ്ടത്.